അപ്പോൾ നമ്മൾ വീക്കെൻഡായിട്ട് രാവിലെ തന്നെ 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ പുതിയ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പണി ഏതുവരെ എത്തി കുറച്ച് ദിവസമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ടൈം കിട്ടാത്തതുകൊണ്ട് 2-3 ദിവസമായി പോയിട്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഗണപതി ഹോമത്തിന് ശേഷം തന്നെ നമ്മൾ വീട് അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതാ പണി തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ചാക്കും സിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാം പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. പൊളിച്ചടുക്കല്ല, നമ്മുടെ കിച്ചൺ ആണ് മെയിൻ. ടൈൽസ് നമ്മളിത് ഈ ഒരു ഹോളിലും കിച്ചണിലും ആണ് നമ്മൾ ടൈൽസ് മെയിനായിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ആദ്യമേ പറയട്ടെ, എന്തിനാണ് നിങ്ങൾ പൊളിക്കുന്നുണ്ടെങ്കിൽ ബിൽഡറോട് ആദ്യം തന്നെ വെക്കേണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ സത്യം പറയട്ടെ, നമ്മൾ ഈ ഒരു വീട് ബുക്ക് ചെയ്തത് ഒരു 4 വർഷം വളരെ മുന്നേ ബുക്ക് ചെയ്തതാണ്. കോവിഡ് കാരണം ഒരു 1.5 വർഷം ലേറ്റ് ആയി കിട്ടാൻ. അപ്പൊ ആ സമയത്തൊന്നും നമ്മുടെ പ്ലാനിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഇന്റീരിയർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെയൊന്നും നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയും ബിൽഡറോട്? പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇവർ ഈ ടൈൽസ് വെക്കുന്നതും കിച്ചണിലെ പ്ലാറ്റ്ഫോം വെക്കുന്നതും ഉണ്ടായ സമയം എന്ന് പറയുന്നത് കോവിഡ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്താണ്. അപ്പൊ എന്നോട് ആക്ച്വലി ബിൽഡർ ചോദിച്ചു, നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ ഇത് കിച്ചൺ? ആ സമയത്ത് തിരിച്ച് ബോംബെക്ക് വരാൻ പറ്റുമോ, ഈ ലോകം തന്നെ എന്താവും അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ നാട്ടിലൊരു 8 മാസം പെട്ട് കിടക്കുന്ന സമയത്താണ് അവർ നമ്മുടെ ഈ ഫ്ലോറിലുള്ള കിച്ചന്റെ പരിപാടിയൊക്കെ നടക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല, ഈ സമയത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മുടെ ഫ്ലോ ഇതൊക്കെ 1.5 വർഷം മുന്നേ കഴിഞ്ഞിരിക്കും. പക്ഷെ മൊത്തം ആ ഒരു നില കഴിഞ്ഞാലല്ലേ ഓസി കിട്ടുള്ളൂ. അത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ എന്തെങ്കിലും തൊടാൻ പറ്റുള്ളൂ. അപ്പൊ അത് കിട്ടിയത് വൈകിപ്പോയി. അതുകൊണ്ടാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് 1.5 വർഷം. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇത് പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ വെച്ചോ, ബാക്കി വേണിച്ച അപ്പൊ നോക്കാന്ന്. ആ ഒരു സംഭവം കണ്ടാണ് ഇന്റീരിയർ ആയിട്ട് സംസാരിച്ച് ഇതൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത്, ഇത് രമേശന്റെ ഒരു കോൺസെപ്റ്റും എനിക്കും ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ 2 വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഡിസ്കസ് ചെയ്യായിരുന്നു. രണ്ടും ഓരോന്നോരോന്ന് വിറ്റിട്ട് അതിങ്ങനെ കൂട്ടി റൂം കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വീട് എടുത്തത്. അതിന്റെ ഇന്റീരിയർ ഡിസൈനും പെയിന്റിങ്ങും പ്ലംബിങ്ങും പെയിന്റിങ് അടക്കം രമേശേട്ടൻ ചെയ്ത് അന്ന്. പക്ഷെ ഞങ്ങൾക്ക് അത്ര നമുക്ക് അങ്ങനെ ഒരു വിചാരിക്കാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ രമേശേട്ടനോട് പറഞ്ഞത്, ഇനി നമ്മളൊരു വീട് വെക്കുമെന്ന് പറയാം. കാരണം നമ്മുടെ വയസ്സും പിന്നെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നന്നായി താമസിക്കണം. അല്ലാതെ നമ്മൾ വയസ്സായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ വീട് നന്നായിട്ട് അടിപൊളിയായിട്ട് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്രാവശ്യം വീട് വന്ന ഇന്റീരിയറിൽ എനിക്ക് കാര്യമായിട്ട് പഠിക്കണം എന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ടാണ് പൊളിച്ച് അടുക്കുന്നത്. അപ്പോൾ ടൈൽസ് ഇവിടെയും കിച്ചണും മാത്രം. കിച്ചണാണ് എൻ്റെ മെയിൻ ഏരിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിച്ചണാണ്. കിച്ചൺ പൊളിച്ച് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഇത് ഫുള്ള് വന്നിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിച്ചണൊക്കെ കണ്ടോ, നമ്മൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ പുതിയ അതൊക്കെ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. കുറച്ച് പ്ലാനുകൾ ഉണ്ട്. വിചാരിച്ച പോലെ വന്നു കഴിഞ്ഞാൽ വേണം. എല്ലാം നല്ലപോലെ വിചാരിച്ച പോലെയും ഞങ്ങൾ വിചാരിച്ച പോലെ അത് ഫൈനൽ ഔട്ട്പുട്ട് വരണം. നമ്മുടെ ഇന്റീരിയർ അവർ നല്ല ആൾക്കാരാട്ടോ. നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് ഇപ്പൊ അവർ ചെയ്യുന്നുണ്ട്. കുറെ പേര് അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ തരാത്തത് വെച്ചാൽ, നമുക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ മൊത്തം പണി കഴിഞ്ഞ് വന്നാലല്ലേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് നമ്പർ തന്നിട്ട് മുംബൈയിലുള്ള ഒരുപാട് പേര് അവരെ നമ്പർ വെച്ചു തരും എന്തായാലും. പക്ഷെ ഞങ്ങൾ അതിൽ 100% സാറ്റിസ്ഫൈഡ് ആയി. കാരണം നമുക്ക് ഇതിന്റെ മുന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു ഇന്റീരിയർ ഡിസൈനിനെ സമീപിച്ചു, വളരെ മോശമായിട്ടുള്ളതായിട്ട് ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഡ്രസ്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയാലേ അത് ഞാൻ വീഡിയോ ആയിട്ട് പുറത്തിറക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവരെ നമ്പർ ഇപ്പൊ തരുന്നില്ല. കാരണം ഫൈനൽ ഔട്ട്പുട്ട് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 months കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ തരാം. അല്ലാതെ ഇപ്പൊ ഞാൻ തന്നിട്ടില്ലേ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ വെറുതെ നിങ്ങളെയും കൂടെ അതിൽ പെടുത്തണ്ടല്ലോ. ഫൈനൽ ആവട്ടെ, 2 മാസം കൂടെ കഴിഞ്ഞ വീട് മൊത്തം വരുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആണെങ്കിൽ അവരുടെ നമ്പർ തരാം. ഇതുവരെ ഞങ്ങൾ ഹാപ്പി അല്ലേ. അവർ ഞങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം അതൊക്കെ അവർ ഓടി നടന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതുവരെ ഉള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയാണ് ഞങ്ങളുടെ മെയിൻ. കാരണം നിങ്ങൾക്കറിയാം എൻ്റെ വ്ളോഗ് ഫുൾ അടുക്കളയായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും റീൽസ് ആയാലും ഷോർട്സ് ആയാലും വ്ളോഗ് ആയാലും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അടുക്കളയിലാണ്. സോ എൻ്റെ പ്രയോറിറ്റി അടുക്കളയാണ്. അവിടെ പണിയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പ്രതീക്ഷയിലാണ്. പൊളിച്ചടുക്കി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മളെ നാട്ടിലെ പോലെയല്ല. നാട്ടിലെ പോലെ വലിയ അടുക്കള അതൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ ഉള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യാം. പിന്നെ എനിക്ക് ഒരുപാട് അങ്ങനെ വലുത് കാര്യമൊന്നുമില്ല. കാരണം ഉള്ളത് നല്ല വൃത്തിയായി നീറ്റായി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ
പണിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അല്ല പക്ഷെ ഇതൊരു നല്ല ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ വെച്ചാല് നമ്മൾ കംപ്ലീറ്റ് ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിനെ ഏൽപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്കും അതിൽ ശരിക്കും ഇൻവോൾവ്മെന്റ് വേണം. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇന്റീരിയർ അടുത്ത് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള ഇതൊക്കെ വലിയ കാരണം ഞങ്ങള് പറഞ്ഞ ഐഡിയകളൊക്കെ അവരെടുത്തു. അവര് പറഞ്ഞത് നല്ല രസം നിങ്ങൾ പറഞ്ഞ ഐഡിയകൾ. അവർക്ക് പണി കുറവാണെന്ന് അവര് പറഞ്ഞത്. കാരണം വേറെ ആരും ഇത്രയും ഇങ്ങനെ തന്നെ വേണം. ഇതിൽ ഓരോ സാധനം ഞങ്ങള് വേണം എന്ന് പറയണ പോലെ തന്നെയാണ്. അതിൽ ഇന്റീരിയറിന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ആ കളർ കോമ്പിനേഷൻ ഭംഗി ഉണ്ടാവോ, അല്ലെങ്കിൽ അവരുടെ ആസ് പെർ അല്ലെ അവരുടെ ഒരു എന്താ പറയാ മെഷർമെന്റ് രീതിയിൽ അത് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് അവർ പറയണത്. ബാക്കിയെല്ലാം നമ്മള് പറയുന്ന അതേപോലെയാണ്. ഞങ്ങളൊരു 5-6 മാസമായിട്ട് ഇതിന് പിന്നിലുള്ള റിസർച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും രാവിലെ മുതൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും വെറും ആ ബെഡ്റൂമിനെ പറ്റി. ബെഡ്റൂം ഞങ്ങൾ വാട്സാപ്പ് ത്രൂ ആണ് സംസാരിക്കുക. മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ സ്വപ്പ് പറഞ്ഞ പോലെ നമ്മളെ സ്പേസ് എന്നുള്ളത് നാട്ടിലൊക്കെ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് ഇതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ചെറിയ മുംബൈയിലെ ഫ്ലാറ്റുകളൊക്കെ 1000-ന്റെ കയറ്റാം 2000-ന്റെ കയറ്റാം നമുക്ക് ഇഷ്ടത്തിനാണല്ലോ നമ്മുടെ നാട്ടിലെ വീട്. ഇവിടെ എന്താ വെച്ചാൽ കിട്ടിയ നമ്മള് അത് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു കാര്യം കൂടെ ഞാൻ പറയാട്ടോ. നമ്മളെപ്പോഴും ഒരു ഇന്റീരിയറിന് ഏൽപ്പിക്കണം. കാരണം നമ്മൾക്ക് എത്ര ഐഡിയാസ്, ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ഐഡിയാസ് ഉള്ളവരാണ്. പക്ഷെ എത്ര ഐഡിയാസ് ഉണ്ടെങ്കിലും ഈ സ്പേസ് യൂട്ടിലൈസേഷൻ പഠിച്ചവർക്കേ അറിയുള്ളൂ അല്ലേ. ആ പഠിച്ച ആളുകൾക്കാണ് അതെങ്ങനെ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യണം എന്നറിയാം. അതുകൊണ്ട് എപ്പോഴും ഒരു ഇന്റീരിയറിന് വെക്കുമ്പോഴല്ലേ വീടിന് ശരിക്കും ആ വ്യത്യാസം ഉണ്ടാവും. മറ്റേ നമ്മളെന്താ ചെയ്യുക, അവിടുന്ന് പിക്കും ഇവിടുന്ന് പിക്കും അവിടുന്ന് പിക്കും ഇവിടുന്ന് പിക്കും കുറേ സ്റ്റോറേജ് ചെയ്യും. പക്ഷെ അതൊക്കെ കറക്റ്റ് എവിടെ സ്പേസ് തോന്നി. ഈവൻ ഒരു ടൈൽസ് പോലും ഏത് ടൈൽസ് ഇട്ടാലാണ് ഏത് കളർ അടിച്ചാലാണ് ഒക്കെ സ്പേസ് തോന്നിക്കുക എന്നുള്ളത് ഒരു ഇന്റീരിയറിന് തന്നെയാണ് അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങളൊരു 10 ഐഡിയ അവർക്ക് കൊടുക്കും. ആ 10 ഐഡിയയിൽ അവരൊരു 7 ടിക്ക് ചെയ്തിട്ട് പറയും ഈ 3 പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് ചെയ്യുമ്പോൾ സ്പേസ് കുറവ് തോന്നിക്കും അങ്ങനെ പറയാം. അപ്പൊ എപ്പോഴും നാട്ടിൽ വീട് വെക്കുകയാണെങ്കിലും ഒരു ഇന്റീരിയറിന് വെക്കുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള വീടുകളും എക്സ്പീരിയൻസും ഒക്കെ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ. അതെ പഠിച്ച ക്വാളിഫൈഡ് ആയാലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആളുകൾ ഭയങ്കര വൻ ബ്രാൻഡിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഭയങ്കര ഇതുള്ള സംഭവം എടുത്തത് 3 മാസം ഞങ്ങളുടെ വേസ്റ്റ് ആയി. അതും ഞങ്ങളിപ്പോ ലേറ്റ് ആവാൻ കാരണം 3 months അവർ ഞങ്ങളുടെ കളഞ്ഞു. 3 months കഴിഞ്ഞിട്ടും ഞങ്ങൾ ഒരു 0% ആയിരുന്നു. ഞങ്ങൾ സാറ്റിസ്ഫൈഡേ ആയില്ല. ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ബ്രാൻഡ് ഒക്കെ നോക്കി നമ്മൾ പോകുമ്പോ പക്ഷെ നമുക്ക് കിട്ടുന്ന ആളില്ല, ഒന്നും അറിയില്ല, നമ്മളെ പോലും ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഐഡിയ പോലും അയാൾക്കില്ലേ. പറയുമ്പോൾ സർട്ടിഫൈഡ് ആണ്, പ്രൊഫഷണൽ ഇന്റീരിയർ ഡിസൈനർ ആണ്. അപ്പൊ ഞങ്ങൾ അതിൽ ഭയങ്കര ഫെഡപ്പായി. ഞങ്ങളുടെ 3 മാസം ഞങ്ങളുടെ വേസ്റ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ കയറിയിരിക്കേണ്ട സമയമായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 10 പേരെയും കൂടെ നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അതുകൊണ്ട് നമ്മൾ ബ്രാൻഡ് അല്ല പ്രധാനം, നമ്മുടെ കോസ്റ്റിനനുസരിച്ച്. അതുകൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. അത് കുറേ പേര് ചോദിക്കും. ഞങ്ങളിപ്പോ ഒരു 4 വീട് പോയി കണ്ടു. അതും കൂടെ പറയട്ടെ. അതായത് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു വീട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിന് എത്രയാണ്. പക്ഷെ നമ്മുടെ റിക്വയർമെന്റ്സ് വേറെ ആയിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം ആവും അയാളുടെ റിക്വയർമെന്റ്, ചിലവർക്ക് 50 ലക്ഷം. ഞങ്ങൾ പോയി കണ്ട വീടുകൾ കോടികൾ വരെയുള്ള ഇന്റീരിയറിന് ഞങ്ങൾ നെഹി അത്രയ്ക്ക് വേണ്ട എന്ന് 1.25ന്റെ ഇന്റീരിയർ. പക്ഷെ ഉടനെ നമ്മൾ എന്ന് പറയും പക്ഷെ അത് നമ്മൾ അത് കണ്ടിട്ട് അതേ ആൾക്കാരോട് നമ്മുടെ ബഡ്ജറ്റ് ഒരു 10 ലക്ഷമാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 20 ലക്ഷം വിചാരിക്കാം. നമ്മൾ പറയാം പക്ഷേ അവരുടെ പോലെ ആയില്ലല്ലോ ഇതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ക്വാളിറ്റി ആവില്ല അവരിവിടെ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അതിലെന്തായാലും നമ്മൾ ഓരോ വീടിനും ആ വ്യത്യാസം. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുത്താൽ അവരതിനനുസരിച്ച് ചെയ്യും. അതിപ്പോ 10 ലക്ഷം മുതലും തുടങ്ങും അല്ലെ. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും കുറച്ച് വില കൂടുതലാണോ സംശയം. കാരണം പറയുമ്പോ എല്ലാവരും പറയണ നാട്ടിൽ ഈ പൈസക്ക് ഒരു വീട് കയറ്റാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് പോകുമ്പോഴും ഞങ്ങളൊരു എക്സ്പീരിയൻസ് പ്രകാരം എല്ലാവരും ഒരു 3 ലക്ഷമൊക്കെ കിച്ചൺ എങ്ങനെയും വരുന്നുണ്ട്. മാത്രം 3 ലക്ഷം വരുന്നുണ്ട്. കിച്ചൺ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെയല്ല, വളരെ ചെറിയ കിച്ചണാണ്. അതിനൊരു 3 ലക്ഷം എന്നൊക്കെയുള്ള രീതിയിൽ പറയും. പിന്നെ വാർഡ്രോബും ഈ കാർപ്പൻട്രി വർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്. പിന്നെ ഈ വലിയ ബ്രാൻഡിന് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മറ്റേ മെഷീനറി കട്ടാണ്. അതായത് അവരവിടെ ഉണ്ടാക്കിയിട്ട് ആ യൂണിറ്റ് നമ്മളവിടെ കുറഞ്ഞ് വെക്കും. അപ്പൊ അങ്ങനെ കുറെ പേര് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ട് വന്നത് എന്താ വെച്ചാൽ സ്പേസ് നമുക്കുള്ള സ്പേസിനനുസരിച്ച് അവരുടെ അത് വരുമ്പോ പിന്നെ സ്പേസ് കുറെ ഒരു ഫില്ലേഴ്സ് വെക്കും, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉള്ളതുണ്ട്. രണ്ടും ഉണ്ടാവാം, ഇല്ലാതും ഉണ്ടാവാം, ഇല്ലാത്തതും ഉണ്ടാവാം.
പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാർപ്പൻട്രിക്ക് പോയാൽ കാർപ്പൻട്രിക്ക് പ്രൈസ് കൂടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ അടുത്ത് പൈസ കുറവാണുള്ളത്. പുറമെ കാർപ്പൻട്രി ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ പൈസ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ഇഞ്ചും ഇപ്പോൾ ഇവിടെ നമ്മളൊരു പാൻട്രി യൂണിറ്റ് പോലെ നമ്മളൊരു യൂണിറ്റ് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പേസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ആ സ്പേസ് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഒരാളെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് സാധനം പുറത്ത് മേടിക്കാൻ കിട്ടുന്നത് ഇതിൻ്റെക്കാട്ടിലും എങ്ങനെയാലും ഒരു 30% കുറവിലാണ് മേടിക്കാൻ കിട്ടുക. പക്ഷെ എന്താ വെച്ചാൽ അതേ സ്പേസ് ആണോ നമ്മുടെ എന്ന് രക്ഷപ്പെട്ടു. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാർപ്പൻട്രി പോയേ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ. അപ്പൊ എന്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർ പറഞ്ഞു സാറില്ല പോട്ടെ. അപ്പൊ ഞാൻ അവരുടെ വീട് കണ്ടപ്പോൾ എന്താ വെച്ചാൽ അവർ ഫില്ലേഴ്സ് ആണ് അവിടെ, അതായത് ആ സ്ഥലം വെറുതെ പോയിരിക്കുക അങ്ങനെ ഫില്ലർ അടിച്ചിട്ട്. അപ്പം നമ്മൾ തീരുമാനിച്ചു വേണ്ട, ആകെ കുറച്ച് സ്ഥലങ്ങളെയാണ് നമ്മളെ മുംബൈയിൽ അങ്ങനെ കിട്ടുള്ളൂ, ഓരോ ഇഞ്ചിനും വിലയാണ്. അപ്പൊ അത് നമ്മൾ കാർപ്പൻട്രി ചെയ്യാന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള പോലെയാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ ഒരു അനുഭവം, പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഇന്റീരിയർ ഡിസൈനിന് ഏൽപ്പിക്കുന്നതിന്റെ മുന്നേ അവരുടെ 1-2 വർക്ക് പോയി നോക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം എന്താ അറിയോ, പലരും ഞങ്ങളൊരു എക്സ്പീരിയൻസാണ് പറയണത്, പലരും കാണിച്ചെന്ന ബ്രോഷർ അവർ കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങോട്ട് കളറൊക്കെ വെച്ച് അവർ ഡിസൈന് പല ഗൂഗിളിൽ നിന്ന് അവിടുത്തെ ഇവിടുന്നൊക്കെ അവർ ഡൗൺലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൺവിൻസ് ആവും. പക്ഷേ അവർ പണി ചെയ്ത് വരുമ്പോൾ അങ്ങനെ 1-2 പേര് നമുക്ക് കാണിച്ചു തന്നു. കാരണം അവർ പണി ചെയ്ത് വരുമ്പോൾ ആ ഗൂഗിളിൽ കണ്ട ഫോട്ടോ ഒന്നുമല്ല വരുന്നത്, ഫിനിഷിംഗ് ഇല്ല. അപ്പം എന്താ വെച്ചാൽ അവർ പറയും നിങ്ങൾക്ക് 10 ലക്ഷം ബഡ്ജറ്റ്, ഞാൻ ഇത് 10 ലക്ഷത്തിൽ ചെയ്തു തരാമെന്ന് പറയും. അപ്പൊ ഇന്റീരിയർ ഡിസൈനറെ ആക്ച്വലി കുറ്റം പറയാൻ പറ്റില്ല. കാരണം 10 ലക്ഷം എന്ന് പറയുമ്പോൾ ആ 10 ലക്ഷത്തിന്റെ വർക്കാണ് അവരൊരു 3 BHK ചെയ്തു തരാൻ പറയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്ക് പണി ചെയ്ത് വരുമ്പോഴാണ് നമുക്കറിയാം. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പറയുന്ന ബജറ്റിൽ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യണത്, ആ മെറ്റീരിയൽ അവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടോ എന്നുള്ളത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം പിന്നെ എന്താ അറിയോ, അതായത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കും ഓക്കെ അവർ പറയും 2 വർഷം ഗ്യാരണ്ടി, നമ്മൾ വിചാരിക്കും 2 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. 2 വർഷം എന്നുള്ളത് കണ്ണ് ചിമ്മി അടയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ സൗണ്ട് ഉണ്ടാക്കി, ഇത് വെള്ളം ചോർന്ന് ഇതിന്റെ പ്ലൈ ഒക്കെ പൊട്ടി പോന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ താമസിച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിന്റെ ഉള്ളിൽ ആളെ കയറ്റി പണിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിഷമുള്ള സംഭവം. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ഡ്യൂറബിലിറ്റി നോക്കിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാണ് നല്ലത്. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 10-15 വർഷം എന്തായാലും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും 15 വർഷമൊക്കെ പോകും. അപ്പൊ ഒരു 15 ഇയേഴ്സിന്റെ മിനിമം എല്ലാം. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇനിയിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, ചില സാധനങ്ങളൊക്കെ ഇപ്പൊ 50 വർഷം കഴിഞ്ഞാലും ഒരു കേടുവരാത്ത കുറെ സാധനം ഉണ്ടാവും. അതൊന്നും ഇപ്പൊ അത്ര പൈസ, ഇപ്പൊ സ്റ്റവ് അതിനിപ്പോ എത്ര ചെറുതാണെങ്കിലും അത് വർഷങ്ങളോളം ഓടും അല്ലെ. അതിപ്പോ ഒരു 10,000 രൂപയുടെ 5,000 രൂപയുടെ സ്റ്റവ് വാങ്ങിയാലും അതിങ്ങനെ ഓടും, അതിങ്ങനെ വർഷങ്ങൾ. അങ്ങനെ ചില സാധനങ്ങളൊക്കെ പിന്നെ ബഡ്ജറ്റ് അതിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഈ റൂം ഉണ്ടല്ലോ, ഈ 2 റൂമിന്റെ ഒന്നും നമ്മള് ടൈൽസ് ഒന്നും മാറ്റിയിട്ടില്ല, ഹോളിന്റെ മാത്രമേ മാറ്റിയിട്ടില്ല. അപ്പൊ ഇവരവിടെ ടൈൽസ് ഉണ്ട്, ഇത് ബിൽഡർ വെച്ച് തന്ന ടൈൽസ് തന്നെ. പിന്നെ സ്വപ്ന ഒരു സംഭവമുണ്ട്, സ്വപ്ന ഷൂട്ടിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു റൂം ആക്ച്വലി 3 റൂം എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് 2 റൂം മതി. പക്ഷെ ഒരു റൂം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മമാര് 2 വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർക്ക് വരുമ്പോൾ ഇനിയിപ്പോ ഭാവിയിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും സ്ഥിരമായി താമസിക്കണമെങ്കിൽ അവർക്ക് താമസിക്കാച്ചിട്ടാണ് നമ്മൾ 3 റൂം എടുത്തത്. പിന്നെ ഒരു റൂം സ്റ്റുഡിയോ റൂം ആട്ടോ, അതായത് 2 റൂമേ നമുക്ക് റൂമായിട്ടുള്ളൂ. ഒന്ന് ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂം, കാരണം ഞാൻ ഇത്രയും കാലം യൂട്യൂബ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എൻ്റെ കൊളാബറേഷൻസും ഒന്ന് ഷൂട്ട് ചെയ്യാൻ, സത്യമായിട്ടും ഷൂട്ട് ചെയ്യാൻ ഒരു നല്ല സ്ഥലം ഉണ്ടായിരുന്നില്ല. വീടുണ്ട്, പക്ഷെ എല്ലാവരും ഇരിക്കുമ്പോൾ ഹോളിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അച്ഛനമ്മയൊക്കെ വരുമ്പോഴും ഞാൻ ഈ ഹോളിന്റെ ഇടയിൽ കൂടെ ചെന്ന് എല്ലാവരും മുന്നിൽ ആമസോൺ ഷൂട്ട് ചെയ്ത്. അപ്പൊ ഞാൻ അന്ന് മുന്നേ തീരുമാനിച്ചു എനിക്ക് ഒരു റൂം, എനിക്ക് സ്റ്റുഡിയോ റൂം നിർബന്ധമാണ്. അതിങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ വരുത്തുന്നുണ്ട് സ്റ്റുഡിയോ റൂം. അത് പക്ഷെ 2 എണ്ണമായിട്ടാണ്, സ്റ്റുഡിയോ റൂം കം ഗസ്റ്റ് റൂം. അതായത് അച്ഛനും അമ്മയൊക്കെ വരികയാണ്, ഗസ്റ്റ് വരികയാണെങ്കിൽ അത് നമുക്ക് ഗസ്റ്റ് റൂം ആയിട്ട് ഉപയോഗിക്കാം, അതല്ലാത്ത പക്ഷം അത് സ്റ്റുഡിയോ റൂം ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പക്ഷെ മെയിൻ സ്റ്റുഡിയോ റൂമാണ്. അവിടെ ഒരു റൂമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല, ആരെങ്കിലും വരുമ്പോൾ അത് റൂമാക്കും, അങ്ങനെയാണ്. കാരണം എനിക്ക് വളരെ അത്യാവശ്യമാണ് സ്റ്റുഡിയോ റൂം. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന്റെ ഫുൾ വീഡിയോഷനാ എല്ലാം നന്നായി വരണേ ഭഗവാനെ. പറഞ്ഞെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, ഒക്കെ വിചാരിച്ച പോലെ വരണേ എന്നുള്ള അല്ലെ, എല്ലാം അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമാധാനം അല്ലേ. ഇതാണ് എൻ്റെ സ്റ്റുഡിയോ റൂം. ഇത് ഫുള്ള് ഫൈനലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ടൈൽസ് ഒക്കെ മാറ്റുന്നുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോൾ സീലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ അത് അവിടെ റെഡിയായി വെക്കാൻ തുടങ്ങി. അപ്പോൾ ബാത്റൂമിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ, കാരണം ബാത്റൂംസ് ഒക്കെ എല്ലാം നമ്മുടെ ചെറിയ ബാത്റൂമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ജോലി, ഈ കൊളാബറേഷനും സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്
എനിക്ക് സ്റ്റോറേജ് സ്പേസ് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബാത്റൂമിന്റെ പുറത്തും അവർ എല്ലാത്തിനും ഡ്രൈ ഏരിയ 3 ഡ്രൈ ഏരിയ തന്നിട്ടുണ്ട്. ഹോം ടൂർ ആയിട്ടൊക്കെ നമ്മൾ പിന്നെ കാണിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ഈ ഡ്രൈ ഏരിയ ഒക്കെ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസ് ഒന്നും വേറൊരാൾക്ക് ഇപ്പോൾ നമ്മുടെ വീട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതിൽ പകുതി സാധനങ്ങളും ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഷൂട്ടിങ്ങിനും കൂടിയുള്ള രീതിയിൽ കുറച്ച് ഭംഗിയാക്കാനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അടുക്കളയൊക്കെ ഒരുവിധം എല്ലാവർക്കും ഫ്ലാറ്റിൽ ഞാൻ ഫുൾ ആയി കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ, എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്. ഇനി ഇപ്പൊ വീട് പണി ചെയ്തുള്ളവർക്ക് ഞാൻ വേണമെങ്കിലേ ഇപ്പൊ ആരെങ്കിലും ഇപ്പം ഇതായിട്ട് ഫ്ലാറ്റിൽ ആരെങ്കിലും പണി നടക്കുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ഒരു പാൻട്രി യൂണിറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കിച്ചണിൽ വെക്കാം. പാൻട്രി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടോൾ യൂണിറ്റ് പോലെ, അതിൽ നമ്മുടെ എല്ലാ പൾസസും സാധനങ്ങളൊക്കെ അതിൽ പോകും. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ വലിക്കുന്ന ഡ്രോവേഴ്സിൽ അങ്ങനെ അധികം ആവശ്യമില്ല. അപ്പൊ ഒരു 3-4 കിച്ചണിൽ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പുൾ ഔട്ട് യൂണിറ്റ്, നിങ്ങളത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇപ്പൊ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പുൾ ഔട്ട് യൂണിറ്റും പാൻട്രി യൂണിറ്റും ഒരു ഷട്ടർ യൂണിറ്റും നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ ഭയങ്കര നല്ല. നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും അതിൽ പോകും കേട്ടോ. അപ്പം കൗണ്ടർ ടോപ്പ് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണില്ലേ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ച്. ഇപ്പൊ പാൻട്രി യൂണിറ്റ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ കുപ്പി പാർത്ത സാധനങ്ങളൊക്കെ അതിൽ പോകും, കുറച്ചും കൂടെ നീറ്റായിട്ട് ഇരിക്കും എന്നുള്ളതാണ് ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഡ്രൈ ഏരിയ, ബാത്റൂമിൻ്റെ അപ്പുറത്തുള്ള ഏരിയയിൽ ചെറിയൊരു ഏരിയ ഉണ്ട്, അത് സ്റ്റോറേജ് ആക്കാൻ പോകും. അപ്പം പിന്നെ ഇവിടെ വാർഡ്രോബിൽ കൊള്ളാത്തതൊക്കെ നമുക്ക് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇലക്ട്രോണിക്സ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഞങ്ങളുടെ ക്യാമറ, ട്രൈപോഡ് സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്റ്റോറേജ് ആവശ്യമാണ്. പിന്നെ വർക്ക് ടേബിൾ, എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എനിക്കൊരു വർക്ക് ടേബിൾ ആവശ്യമാണ്. അപ്പോൾ ഒരു 90 days ആണ് അവർ പറഞ്ഞത് അല്ലേ, 3 മാസമാണ് അവർ അത് ടൈൽസ് ഒക്കെ മാറ്റുന്നതുകൊണ്ടും പിന്നെ ഞങ്ങളുടെ കുറച്ച് റിക്വയർമെന്റ്സ് കൂടുതലുള്ളത് കൊണ്ടും ആണ് 90 days. അല്ലെങ്കിൽ അവർ 2 മാസത്തിലൊക്കെ തരാം. ചിലപ്പോ 90 എന്നുള്ളത് ഒരു 4 മാസം വരെ പിടിക്കാം. ഞാൻ പറഞ്ഞു മതി, മെല്ലെ മതി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ മെല്ലെ തന്നാൽ മതി. വേറെ ഒന്നല്ല, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ടല്ലേ ആവോളം കാത്തു ഇനി വേവോളം കാക്കാന്ന് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് വീട് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ട് വേണം ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓരോ ദിവസം ഓരോ ഡ്രസ്സൊക്കെ ആയിട്ട് കൊണ്ടുവരാം. കിച്ചണും റൂമിൽ നമ്മൾ വാർഡ്രോബാണ് മെയിനായിട്ട് വെക്കുന്നുള്ളൂ. വേറെ ഞാൻ പറഞ്ഞില്ല, ഓരോ റൂമിൽ മിത്തുവിൻ്റെ റൂമിൽ സ്റ്റഡി ടേബിള് കോൺസെപ്റ്റ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ സ്റ്റുഡിയോ റൂമിൽ മിററും മെയിനായിട്ട് എന്താ പറയുക ഗസ്റ്റ് റൂം പോലെ വാർഡ്രോബ്, എല്ലാ റൂമിലും വാർഡ്രോബ്, പിന്നെ വർക്ക് ടേബിള്, സ്റ്റഡി ടേബിള്, ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പ്രയോറിറ്റീസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ലിവിങ് റൂമിൽ നമുക്ക് കണ്ട് ഈ ഒരു ഹോളാണ്. ഈ ഹാളിൽ തന്നെ നമുക്ക് ഡൈനിങ് ഹാളായിട്ടും ലിവിങ് ഇതായിട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പിന്നെ അടുത്തത് അമ്പലം, മന്ദിർ നമുക്ക് വേണം. അത് നമുക്കൊരു പൂജാമുറി എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. അപ്പം മന്ദിർ ഇവിടെ ഉള്ളവർ സാധാരണ അടുക്കളയിലാണ് വെക്കുക, പക്ഷെ നമ്മൾ അടുക്കളയിൽ വെക്കാറില്ല. അപ്പം നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ അവിടെ തന്നെ മന്ദിർ വെക്കണം. അപ്പോൾ അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കോൺസെപ്റ്റ് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വേറെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രോഫി നമുക്കും അതിനായിട്ടൊരു സ്റ്റാൻഡ് ഒന്നും വെക്കാനുള്ള ഒരു സ്ഥലമില്ല. കാരണം ഇപ്പുറത്തെ കിച്ചൺ പോയി, ഇപ്പുറത്തെ ഡൈനിങ് ടേബിൾ പോയി, പിന്നെ ക്രോക്കറി യൂണിറ്റ്, പിന്നെ ഒരു TV മന്ദിരേ ഉള്ളൂ. അപ്പം നമ്മൾ അവരോട് അവിടെ തന്നെ മാക്സിമം ഒരു ട്രോഫി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ, ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ അത് ഇന്റീരിയറിന്റെ അടുത്ത് പറഞ്ഞാൽ ആ ബഡ്ജറ്റിൽ അവർ ഒരുവിധം സ്കില്ലായിട്ടുള്ള ആൾക്കാർ ചെയ്തു തരും കേട്ടോ. എത്ര കുറവാണെങ്കിൽ അവർ ചെയ്തു തരും. എന്നിട്ട് ആ പോയിന്റ് കൂടി ഓർമ്മിക്കുക, വെറും ഫോട്ടോ വീഡിയോ മാത്രമല്ല അവർ ചെയ്തൊരു വർക്ക് കൂടി പോയി നോക്കുക. ഇത് ഞങ്ങൾ പഠിച്ചൊരു ലെസൺ ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവർ ചെയ്ത വർക്ക് നമ്മൾ പോയി നോക്കണം. പിന്നെ പറഞ്ഞാൽ മെറ്റീരിയൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം, അതാണ് ഒരു ഗുണം. അതായത് നമ്മൾ അവരെ ഏൽപ്പിക്കേണ്ട എല്ലാം, നമ്മളിപ്പോൾ ഓരോ മെറ്റീരിയലും നമ്മൾ പോയി സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് അറിയാലോ. പിന്നെ അവർ പറഞ്ഞു തരും. ചിലത് എന്താ വെച്ചാൽ വെള്ളത്തിൽ തട്ടുമ്പോൾ കിച്ചണിൽ ലോ ക്വാളിറ്റി വെക്കാൻ പറ്റില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. വാർഡ്രോബിലൊക്കെ ലോ ക്വാളിറ്റി വെക്കാം, കാരണം വാർഡ്രോബിലൊന്നും വെള്ളം തട്ടില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞാലും വില കുറഞ്ഞാലും കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമില്ല. പക്ഷെ കിച്ചണിൽ എപ്പോഴും ഒരു 20 വർഷം 25 വർഷം ഗ്യാരണ്ടി ഉള്ള സാധനം തന്നെ വെക്കണം. അപ്പം നമ്മളിവിടെ അതായത് കട്ടിലും സോഫയും എല്ലാം നമ്മൾ ഉണ്ടാക്കിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹോം സെന്റർ പോലെയുള്ള നല്ലതെന്ന് പോയിട്ട് വാങ്ങിക്കാം. പക്ഷേ ആ തീം നമ്മുടെ ഇന്റീരിയർ തീമായിട്ട് മാച്ചും കൂടി ആവണം എന്നുള്ള ഒരു പ്രശ്നം വരും. അതായത് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഐക്യയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു നല്ല ബ്ലൂ കളർ സോഫ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ അവരോട് പല കളർ വെച്ചപ്പോൾ അതിൽ 2-3 കളറേ അവൈലബിൾ ഉള്ളൂ. അത് നമ്മളെ ഇന്റീരിയറിന് മാച്ച് ആവോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് മാച്ച് ആവുന്നില്ല, അപ്പോൾ നമ്മളടുത്ത് ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ
അതുപോലെ തന്നെ അങ്ങനെ പലതും. പിന്നെ കട്ടിലിന് ഹെഡ് ബോർഡ് വേണം. അപ്പൊ നമ്മുടെ വോളും പെയിന്റും ഏതാണോ റൂം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹെഡ് ബോർഡ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കിലെ വാൾ മൗണ്ടും വാൾ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ പ്രയോറിറ്റീസ് ആണ്. ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ടാണ്. പക്ഷെ ഇതൊന്നും നിർബന്ധമുള്ള സാധനങ്ങളല്ല, ഇതൊന്നും ഒരിക്കലും നിർബന്ധമുള്ളതല്ല. പക്ഷെ നമ്മളെ ഇഷ്ടം പറഞ്ഞ പോലെ ലൈഫില് ഒരിക്കലല്ലേ ഒരു വീട് കയറ്റുള്ളൂ അല്ലെ. ഇത് കയറ്റി കഴിഞ്ഞ് ഇരുന്നിട്ട് രമേശിന്റെ പറയല്ലോ ഒരു 10 വർഷം കഴിഞ്ഞ ഒരു പക്ഷെ നമ്മുടെ നമ്മൾ തോന്നും അയ്യോ അത് ചെയ്ത് ഈ വീട്ടിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ആരാണ് ഇതൊക്കെ പൊളിച്ചെടുക്കാൻ പോണത്, അതെന്തായാലും നടക്കില്ല. കഴിഞ്ഞ 2 ഫ്ലാറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും കഴിഞ്ഞ 2 ഫ്ലാറ്റിൽ 16 വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള ടിവിയും ഫ്രിഡ്ജും തന്നെയായിരുന്നു. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ വീടായിരുന്നു. അപ്പൊ ഒരു ആഗ്രഹം. അപ്പൊ നമ്മളിപ്പോ ബോംബെയിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെയാണ് വീട് വെക്കാനും താമസിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. നാട്ടിലാണ് ജൂലൈ മാസമൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് എന്നുള്ള പോലെയാണ്. ജൂലൈ ആവുമ്പോഴേക്കും കർക്കിടകാവില്ലേ, അങ്ങനെയുണ്ട്. നമുക്ക് കർക്കിടക മാസത്തിൽ കയറാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഇവരുടെ പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യമല്ലേ നമ്മൾ നോക്കുള്ളൂ. ഇത്രയൊക്കെ നോക്കിയാലും ഫ്ലാറ്റിൽ നമ്മൾ ഒരിക്കലും നമുക്ക് 100% വാസ്തു ചെയ്യാൻ പറ്റില്ല. കാരണം അവര് തന്ന ബിൽഡിംഗ് ആണ്. അപ്പൊ നമുക്ക് അതിലൊരു പരിധി ഉണ്ട് ചെയ്യണേ. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനനുസരിച്ച് വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷെ നാട്ടിലാകുമ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വീട് ഉണ്ടാക്കുക. അതുകൊണ്ട് പറഞ്ഞു ഇവിടെ അത് നോക്കിയിട്ട് വീട് ഉണ്ടാക്കലൊന്നും നടക്കില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു എക്സ്പീരിയൻസിലുള്ള കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നത്. ഈ പറഞ്ഞ പോലെ ഇന്റീരിയർ ആൾക്കാർ മുംബൈയിലുള്ളവരാണെങ്കിൽ ഞങ്ങൾ നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ അവരോട് പറയാം നമ്മളെ റിക്വയർമെന്റ് ഇത്രയാണ്, എനിക്ക് ഇത്രയാണ് ബഡ്ജറ്റ് ഉള്ളത്. അത് 10 ലക്ഷമാവും, 15,000, 20,000, 50,000 എത്രയാവും, അതെ അത് അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം ഈ ഡിസൈൻ തരാൻ പറയാം. അപ്പൊ അവരൊരു കൊട്ടേഷൻ തരും. അവർ പറ്റുവച്ച ഡിസൈനിന് അവർ ചിലപ്പോൾ ചാർജ് മേടിക്കും 3D ആകുമ്പോൾ. പക്ഷെ അവരൊരു കൊട്ടേഷൻ തരും. എന്നിട്ട് അവരുടെ ഒരു സൈറ്റ് പോയി കാണുക. ആ സൈറ്റിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് എത്രയായി അതിന്റെ ബഡ്ജറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ആള് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെയാണോ അതോ മീൻസ് അല്ലാതെ അയാള് ഒന്നും അറിയാത്ത ആളാണോ എന്താണോ എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാതെ നമ്മൾ വലിയ ബ്രാൻഡാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഭയങ്കര ബ്രോഷറോ അല്ലെങ്കിൽ വീഡിയോസോ കണ്ടിട്ട് അങ്ങനെ പോകണമെങ്കിൽ നമുക്കിവിടെ ഏറ്റവും വേണ്ടി ഇന്റീരിയർ ഡിസൈനിങ്ങിന് സ്കില്ലാണ്. ഒരു ഐഡിയയാണ് നമുക്ക് വേണ്ടത്. ആ ഐഡിയ നമ്മളെ വീട്ടിൽ മാച്ച് ആവും വേണം, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് പോവും വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്റീരിയർ ഡിസൈനർ അത് നാട്ടിൽ വീട് കയറ്റുകയാണെങ്കിലും ആവശ്യമാണ് കേട്ടോ. കാരണം ഒരു കുഞ്ഞു വീട് ഇപ്പൊ നിങ്ങൾക്ക് 5 സെന്റിൽ ഇപ്പൊ 5 സെന്റിൽ വീട് വെക്കാൻ പറ്റും. പണ്ടൊക്കെ നമുക്ക് എന്താ വലിയ പറമ്പ് വേണം, എന്നിട്ട് ഇങ്ങനെ വെറുതെ വീട് കയറ്റിടുക, എന്നാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വെറുതെ. പക്ഷെ 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അതിൽ എല്ലാം നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നതാണ് ഒരു ഇന്റീരിയറുടെ കഴിവ് അല്ലെ. അത് ഉറപ്പാണ്. ആ വ്യത്യാസം കഴിവുള്ളവരെ മാത്രം സമീപിക്കുക. കണ്ടു കഴിഞ്ഞാലാണ് നമുക്കത് ശരിക്കും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വളരെ മോശമായ ഒരു 2-3 അതൊന്നും ആരാ എന്താന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ബട്ട് അല്ല പക്ഷെ എന്താ വെച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റി. കാരണം കാണിക്കുന്ന പോലെയല്ല ഈ വീഡിയോസും ഫോട്ടോസും കാണിക്കുന്ന പോലെയല്ല അവർക്ക് 3 മാസം വേസ്റ്റ് ആയി. 3 മാസം എല്ലാവരും ചോദിക്കില്ല എന്തത്ര വൈകിയത്. 3 മാസം ഞങ്ങൾ ആകെ വിഷമിച്ച്. പക്ഷെ ദൈവം സഹായിച്ച് പിന്നെ ഞങ്ങൾ കിട്ടിയത് എന്തായാലും ഇപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ബാക്കി നമ്മൾ ഫുൾ ഇവരുടെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ഫുൾ പണി കഴിഞ്ഞിട്ട് തരും. അപ്പൊ അത് നന്നായാൽ നമ്മൾ തരും കേട്ടോ. നമുക്ക് ഇഷ്ടമായ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാലേ തരും. അല്ലെങ്കിൽ നിങ്ങളത് പറ്റിക്കണ പോലെ ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.